ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ OTT അപ്ഡേറ്റുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ 8 ഈ ആഴ്ച OTT റിലീസ് ചെയ്യുമെന്ന് ഉറപ്പാക്കപ്പെട്ട സിനിമകളുടെ ഉൾപ്പെടെ 6 OTT റിലീസ് അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് അശോക് സെൽവന്റെ ഡയറക്ടർ ടെലിവിഷൻ പ്രീമിയറിനും OTT റിലീസിനും ഒരുങ്ങുന്ന പൊൻ ഓൺട്രോ കണ്ടെയ്ൻ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഐശ്വര്യ ലക്ഷ്മി നായികാവേഷത്തിലെത്തുന്ന ഈ അശോക് സെൽവൻ സിനിമ ഈ ഏപ്രിൽ മാസം 14 തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് കളേഴ്സ് ചാനലിൽ ടെലിവിഷൻ പ്രീമിയർ ചെയ്യുന്നതാണ്. ശേഷം അന്നേ ദിവസം തന്നെ ജിയോ സിനിമാസ് OTT പ്ലാറ്റ്ഫോമിലൂടെ തമിഴ് ഭാഷയിലെ സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. രണ്ടാമത്തേത് നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ തെലുഗു സിനിമയായ ഓം ഭീം ബുഷ് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ആമസോൺ പ്രൈം OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ഈ ആഴ്ച ഏപ്രിൽ 12 തീയതി തെലുഗു ഭാഷയിൽ OTT റിലീസ് ചെയ്യുമെന്നാണ് ഇന്ന് വന്നിരിക്കുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ്. ഗാമി എന്ന മറ്റൊരു തെലുഗു സിനിമയുടെ അപ്ഡേറ്റും നേരത്തെ തന്നെ പുറത്തു വന്നു കഴിഞ്ഞതാണ്. ഒരു ബിഗ് ബഡ്ജറ്റ് ഫാന്റസി സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ഗാമി വിശ്വക് സെൻ നായകനെത്തിയ സിനിമയാണ്. ചിത്രവും ഈ ആഴ്ച ഏപ്രിൽ 12 തീയതി C5 OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുകയാണ്. തെലുഗു, തമിഴ്, കന്നഡ ഭാഷകളിലായിരിക്കും സിനിമ OTT റിലീസ് ചെയ്യുക. നാലാമത്തെ അപ്ഡേറ്റ് ബോളിവുഡിലെ 100 കോടി രൂപയ്ക്ക് മുകളിലല്ല 200 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത ഷെയ്ത്താൻ എന്ന ഈ വർഷത്തിലെ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. അജയ് ദേവ്ഗൺ നായകനെത്തിയ ഈ ഗുജറാത്തി സിനിമയുടെ ഹിന്ദി റീമേക്കായിട്ട് എത്തിയ സിനിമയുടെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. മാർച്ച് മാസം ആദ്യം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഈ ഏപ്രിൽ മാസം അവസാനമോ അതല്ലെങ്കിൽ മെയ്യിലെ ആദ്യ ആഴ്ചയോ നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്യും. ഹിന്ദിക്ക് പുറമെ തമിഴ്, തെലുഗു ഭാഷകളിൽ കൂടി OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. തിയേറ്ററുകളിലേക്ക് ഒരാഴ്ച മുന്നേ എത്തിയ മലയാളം സിനിമയാണല്ലോ സീക്രട്ട് ഹോം. തിരക്കഥയും മേക്കിങ്ങും താഴെ പോയ സിനിമയ്ക്ക് നല്ല പ്ലോട്ടും ട്വിസ്റ്റെല്ലാം തന്നെ ഉണ്ട് എന്നൊരു അഭിപ്രായം ആദ്യ ദിവസം സിനിമ നേടിയെടുത്തിരുന്നു. പക്ഷേ തിയേറ്ററുകളിൽ ഒരു തരത്തിലും സിനിമയ്ക്ക് വിജയിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. സീക്രട്ട് ഹോം എന്ന സിനിമയുടെ OTT അവകാശങ്ങൾ സൈന പ്ലേ സ്വന്തമാക്കിയെന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട്. ചിത്രം അടുത്ത മാസം മെയ് മാസത്തോടെ സൈന പ്ലേയിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ലോ ബഡ്ജറ്റ് ത്രില്ലർ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് കാത്തിരിക്കൂ. അവസാനത്തെ അപ്ഡേറ്റ് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്ന പ്രേമലുവിന്റെ അപ്ഡേറ്റ് ആണ്. അങ്ങനെ കാത്തിരുന്ന സിനിമ ഈ ആഴ്ച OTT റിലീസ് ചെയ്യുകയാണ്. നെസ്ലിൻ മമിത കോമ്പോയിൽ തിയേറ്ററുകളിലേക്ക് എത്തി 135 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ 2 OTT പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാകും. അതിലൊന്ന് അഹ തെലുഗു OTT പ്ലാറ്റ്ഫോമാണ്. തെലുഗു ഭാഷയിൽ സിനിമ ഏപ്രിൽ 12 തീയതി അഹയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. അന്നേ ദിവസം തന്നെ ഏപ്രിൽ 12 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, കന്നഡ ഭാഷകളിലും സിനിമ ലഭ്യമാകും. അപ്പോൾ കാത്തിരിക്കൂ ഇതുപോലുള്ള കൂടുതൽ OTT റിലീസ് അപ്ഡേറ്റുകൾക്കായിട്ട്.